എന്താണ് കള്ള ക്യാമറക്കകത്ത് കപ്പ് വെച്ചോ? ആരും കാണാതിരിക്കാൻ. ആരും കാണാതിരിക്കാനോ? നീ ഇവിടെ ഉള്ള കാര്യം മുതലാളി കാണാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ വെച്ചത്. മുതലാളി കാണാതിരിക്കാൻ വേണ്ടി വെച്ചത്. മുതലാളി കണ്ടാലേ അപ്പൊ തന്നെ നമ്മളെല്ലാരും പറഞ്ഞയക്കും. അയാളെ നമുക്കങ്ങ് കാച്ചിയാലോ? എടാ ദുഷ്ട സാമദ്രോഹി, നീ ഒരു എറമ്പിനെ പോലും കൊല്ലൂലെന്നല്ലടാ പറഞ്ഞത്. എറമ്പോ? എറമ്പ് എറമ്പ് എറുമ്പ് എറൊന്നും നമ്മുടെ തരത്തിൽ വരുന്നില്ലല്ലോ. പക്ഷെ പുള്ളി നമുക്കങ്ങ് തീർക്കാം. നീ കൊള്ളാല. എന്താ പറയുന്നത്? നീ ഇന്ന് രാത്രി കഴിഞ്ഞ് നേരം വെളുക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോകരുത് കേട്ടാ. സ്ഥലം വിട്ടോളണം. അങ്ങനെ പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. പോകാൻ പറ്റൂല. പറ്റത്തില്ല. അവള് ഇഷ്ടമാന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവൂല. ഞാനൊരു കാര്യം ചോദിക്കട്ടാ, സത്യത്തിൽ നിനക്ക് ഭ്രാന്താണാടാ? യെസ്, ഐ ആം മാഡ് വിത്ത് ലവ്. യു മോർണിംഗ് ഗോ. ഇംഗ്ലീഷ്. ഞാൻ പോകണോ വേണ്ടെന്ന് ഞാൻ നോക്കിക്കോളാം. നീ എന്തിനാ ചെയ്യണത്? എന്ത്? എന്റെ ദൈവത്തെ ഓർത്ത് ഞാൻ ഒരു കാര്യം പറയാം. നീ എന്റെ ജീവിതത്തിൽ കിടന്ന് കളിക്കരുത്. ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ മുതലാളി പിടിച്ച് പുറത്താക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേടാ. മുതലാളി പുറത്താക്കത്തില്ല. ചേട്ടായി പേടിക്കണമെന്നേ. പേടിക്കണം, എനിക്കവിടെ എന്റെ മുതലാളി സ്റ്റെഫി ഉറങ്ങുന്നു. സൗണ്ട് ഉണ്ടാക്കല്ലോ. എന്റെ ജീവിതം കൊണ്ട് കളിക്കരുത്. മര്യാദക്ക് പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ നിന്നോളാം. പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? മാറ്റാൻ പറ്റൂല. എടുത്തു വെച്ചു. വെച്ചോ. ഇവരെങ്ങാനും തൊട്ടാ മര്യാദക്ക് നാളെ രാവിലെ കിടന്ന് സ്ഥലമുട്ടാണ്. ഓക്കെ, ഡൺ. ധൈര്യമായിട്ട് പോയി കിടന്നിറങ്ങിക്കോ. സെബാന്റെ സെക്യൂരിറ്റി ഉണ്ടാവും. അയാളെ കണ്ണോണ്ടങ്ങനെ നോക്കല്ല പെണ്ണെ, ഇന്ന് ചിരിക്കല്ലേടി, നിന്നോട് എനിക്കെന്തോന്ന് തോന്നുന്നടി. താനോ തനന്തിനെന്താനും താനോ തനന്തിനെന്താനും താനോ തനന്തിനെന്താനോ. കുശലേ പെണ്ണുണ്ടോ പെണ്ണിന് പെണ്ണുണ്ടോ? ഇത് കുളിക്കുന്നത് വൃത്തിയിടാന്നോ? പിന്നെ നീ കുളിക്കാറില്ലേ? ഞാൻ തുണി മണിയൊക്കെ മടച്ചിട്ടല്ലേ കുളിക്കുന്നേ. കണ്ട കുഴപ്പമൊന്നുമില്ല. എന്ത് പിന്നെ കുളിക്കണ്ടേ? പിന്നെ എനിക്ക് ചൊറിയുന്ന അവിടെ കിടന്നിട്ട്. ഇല്ല, ഞാൻ പോകത്തില്ല. കാണിക്കണത് കുളിക്കുന്നു. കുളി നിന്റെ കുളി. നീ ഇവിടെ എന്തോ നോക്കിക്കൊണ്ടിരിക്കണേ? ഒരു കാര്യം പറയാം, നിനക്ക് വേറെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ നടക്കൂല കേട്ടാ. വെട്ടിയും പടകയിലാണ് ഇപ്പൊ ഇറങ്ങിക്കോളാം വെളിയിൽ. ആരാണ് പടാൻ പറഞ്ഞത്? നിനക്ക് വിവരം ഉണ്ടോടാ? നിനക്ക് ദാനം ഉണ്ടോടാ? മാനം ഉണ്ടോടാ? പെൺപിള്ളേരെ മാത്രം ഉള്ള താമസിക്കുന്ന വീട്ടിൽ ഇങ്ങനെ ഒന്ന് കുളിക്കേ? എന്റെ ചേട്ടായി എന്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളുള്ള വീട്ടിനകത്ത് കയറി കുളിക്കല് പുറത്തുനിന്ന് കുളിക്കുക. എന്റെ അമ്മച്ചി എന്റെ അടുത്ത് പറയിപ്പിക്കുന്നതാട്ടാ. അമ്മച്ചി കുളിച്ചാട്ടല്ലേ നീ കാണിക്കണ ശരിയാണത്? എന്ത് ശരി? ഞാൻ പഞ്ചായത്ത് കണ്ട് പൈപ്പിന്റെ ഉള്ളിലൊക്കെ കുളിക്കുന്ന നമ്മുടെ നാട്ടില്. അതൊക്കെ എന്തിനാ നാട്ടില്? ഇവിടെ നടക്കൂല. ജയന്റെ വീട്ടിൽ നടക്കൂല കേട്ടാ. നടക്കൂലേ? നടക്കൂലടാ പട്ടി.
നടക്കൂലേ? നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട കേട്ടാ. ഞാൻ പേടിക്കില്ല, ഞാൻ പേടിക്കില്ലടാ കേട്ടാ. ഞാൻ പേടിപ്പിക്കല്ലേ. എൻ്റെ ദൈവമേ, എനിക്ക് ഈ ഗതി വന്നല്ല. പണ്ടേ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, മിന്നുന്നതെല്ലാം പൊന്നല്ല, വെളിക്കെ ചിരിക്കുന്നവരെ വിശ്വസിക്കലടാ ജയാന്ന്. ചക്കൂല, എൻ്റെ വീട് അബദ്ധത്തിൽ പോയി വീഴും. ദൈവമേ, മരണത്തിന് ഞാൻ എങ്ങനെ ഒഴിവാക്കും? അമ്മാവാ, ഓ, എന്തൊരു സുഖമില്ലേ? ഒരു സുഖവുമില്ല മോളെ. അയ്യോ, തലവേനുണ്ടാ, ആശുപത്രി പോകുമ്പോ? അയ്യോ, ആശുപത്രി പോകേണ്ടതല്ല, അങ്ങനത്തെ അസുഖമല്ല. പിന്നെന്താ? ഇവിടെ ഒരുത്തൻ വന്ന് കയറിയിട്ടുണ്ടല്ലോ, സബാൻ. അവൻ കാണിച്ചു കൂട്ടണൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ തല കറങ്ങി ഞാൻ അവിടെ ഇരിക്കുകയാണ്. പറഞ്ഞല്ലോ അങ്ങനെ ഒരു മുതൽ ഇവിടെ ഉണ്ടല്ലോ. എവിടെ അവനവിടെ? ഓ, അവിടെ കുളിച്ചോണ്ടിരിക്കുന്നു. കുളിക്കണ? ഓ, ഞാൻ അവിടെ പോയി നോക്കിയപ്പോഴേ ഇങ്ങനെ ഒരു ഇതുപോലത്തെ ഒരു പേശെടുത്ത് ഇങ്ങനെ കെട്ടിയിട്ട് ആ പൈപ്പിന്റെ മൂട്ടിൽ ഇങ്ങനെ കാലും പൊക്കി വെച്ച് കുളിച്ചോണ്ടിരിക്കുന്നു. എന്തിന്? മറ്റവളെ കാണിക്കാൻ, സ്റ്റെബിയെ കാണിക്കാൻ വേണ്ടിട്ട്. വൃത്തികെട്ടവൻ. എന്നിട്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ വായി തോന്നിയൊക്കെ വൃത്തിയാ പറഞ്ഞു വെച്ചു കൊടുത്ത്. അവനല്ല അവളെ. അവള് കരഞ്ഞോണ്ടിരിക്കുന്ന അവിടെ വന്നു. അവളെയോ? അവൻ ചെയ്ത തെറ്റിന് എന്തിനാ അവളെ പറയാൻ നിൽക്കുന്നേ? ആഹാ, അത് കൊള്ളാല്ല. അവള് കാര്യമല്ലേ അവ അവിടെ വന്നത്, അത് പറഞ്ഞോയ്യാ. എന്നാലും അമ്മാവൻ എന്ത് പരിപാടി കാണിച്ചേ? അവനല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഭ്രാന്ത് പരിപാടികൾ. നിനക്ക് അവളെ പറയണ എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്ന ഒരാളെ? ഇതിപ്പോ എന്റെ വിഷമം ഞാൻ ആരുടെങ്കിലും പറഞ്ഞ് തീർക്കണ്ടേ? അതുമല്ല, നനഞ്ഞോടല്ലേ കുഴിക്കാൻ പറ്റുള്ളൂ. അയ്യോ, എനിക്കതല്ല പേടി. യവ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടണില്ലേ, ഇതൊക്കെ മുതലാളി അറിഞ്ഞുള്ള ഗതിയൊന്ന് ആലോചിച്ച് നോക്കുമോള്. അമ്മാവിന്റെ അടുത്തൊന്ന് ക്യാമറയിൽ മൂടി വെക്കാൻ പറഞ്ഞല്ലേ ക്യാമറ? അതൊക്കെ ഒരുവിധം ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ കിടന്ന് ടെൻഷൻ അടിക്കുന്നേ? മോളൊരു കാര്യം ചെയ്യും, പവി ഇങ്ങോട്ട് വിളി. അവൻ വന്നു കഴിഞ്ഞാൽ ഇവൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ട എന്തെങ്കിലും ഒരു ഐഡിയ കാണും. അല്ലാതെ മോളെ ഞാൻ കൊറ്റയ്ക്ക് കൂട്ടിയ ഒന്നും കൂടുതലടി. അവിടെ ഒരു പ്രശ്നമുണ്ട്. പവി ഇവിടെ ഇല്ല, ഡൽഹി പോയേക്കുവാ, മറ്റേ CBIന്റെ ടെസ്റ്റ് എഴുതാൻ വേണ്ടിട്ട്. ഓ, ആലിപ്പഴം പഴുക്കുമ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ അവനെ വേണ്ടല്ലോ ഒരു കാര്യത്തിന്. ശവത്തിൽ കുത്തല്ലേ? ഞാൻ വിടും. എന്നാ നീ ഒരു കാര്യം ചെയ്യും, മറ്റേ ശ്യാമിനെ. അവന്തി ഇവിടെ ഉള്ളപ്പോഴല്ലേ അവൻ കയറി വരാറുള്ളൂ. അവൾ ഇവിടെ ഇല്ലാത്തപ്പോ അവൻ കയറി വരാറുണ്ടോ? അടക്കണമല്ലോ കാര്യം ഉണ്ടായി പറ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അമ്മാവാ, നോക്കി ഇനി അമ്മാവൻ ടെൻഷൻ അടിച്ച് പ്രഷറൊന്നും കയറ്റണ്ട. ഒരു കാര്യം ചെയ്യും, എന്റെ പെണീറ്റ് വന്ന്. എന്തിന്? ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ കാര്യം സോൾവ് ചെയ്യാം. കാര്യം പറ. ആ കൊച്ചവിടെ കരഞ്ഞോണ്ടിരിക്കാന്നല്ലേ പറഞ്ഞത്? അത് ഇവിടുത്തെ മര്യാദയാണ്. എണീറ്റ് വന്നേ, നമുക്കൊരു സോൾവ് ചെയ്യാം. എനിക്ക് നല്ല മൂടില്ല. എനിക്ക് നല്ല മൂടില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇവിടെ അതെ പോരെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എണീറ്റ് പോരാൻ. നീ പോ, അമിനാര. അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്റെ തലയിൽ കൂടെ ആണല്ലോ ഓടുന്നത്. ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണം, ഇതുപോലെ കിടന്ന് പാട്ട് പാടാതെ. ചേട്ടായി വേറെ പാട്ട് പിടിക്കാന്നാ. വേറെ നിർത്തി പോടാ, ഇറങ്ങി. അയ്യേ ഡീ, ഇവിടെ എന്താ കരച്ചിലും വീഴ്ചിലും? നീ ഇത്ര ഉള്ളോ? ചാരു, ഓ, എനിക്ക് ഞാൻ വിളിച്ചിട്ടാണോ സബാൻ ഇവിടെ വന്നത്? അല്ല, അമ്മാവൻ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? കാര്യം ശരിയാ, ഞാനിവിടെ റെന്റിനൊക്കെയാ താമസിക്കുന്നത്. നമ്മളെല്ലാരും ഒരു കുടുംബം പോലല്ലേ ഇവിടെ നിൽക്കുന്നത്. എടാ, അമ്മാവ സങ്കടം കാരണം പറഞ്ഞല്ലേ, നീ അത് വിട്ടുകളാ. അമ്മാവനല്ലേ? അമ്മാവനെ പോലെ തന്നെ സങ്കടം എനിക്കുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി പോവാനാണ് പറഞ്ഞത്. നിന്നോടാണെങ്കിൽ അമ്മാവൻ ഇങ്ങനെ പറയുമോ? ഇപ്പോഴേ നമ്മളിങ്ങനെ കരയേണ്ട ടൈമല്ല. നീ ആ വിഷമമൊക്കെ ഒന്ന് മാറ്റി വെച്ചേ, നമുക്ക് സംസാരിക്കാം അമ്മാവന്റെ അടുത്ത്. എന്നിട്ട് ആ സെബാൻ എങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുന്നൊന്ന് ആലോചിക്കും. ഇപ്പൊ എന്റെ തലയിലോട്ടൊന്നും കേറില്ല. ആ ടീന എവിടെ? എടി, അവളെന്തോ പണി ചെയ്തോണ്ടിരിക്കുക, റൂമിലുണ്ട്. ആ ബെസ്റ്റ്, കയറി വന്നേ. ഇവിടെ വാമാവാ. അവളോട് മിണ്ടിയേ. മിണ്ടാൻ വേണ്ടി ഞാൻ അവളുടെ അടുത്ത് പിണങ്ങിയില്ലല്ലോ. നിങ്ങളൊന്ന് സോൾവ് ചെയ്യ് പ്രശ്നം. അമ്മാവൻ എന്നെ വഴക്ക് പറഞ്ഞില്ല. അത് വഴക്കല്ല, കാര്യമാണ് പറഞ്ഞത്.
ഇങ്ങനെയൊക്കെയാണ് കാര്യം പറയണേ. ആ അങ്ങനെയൊക്കെയാണ് കാര്യം പറയണത്. എന്റെ അമ്മാവാ ഒന്ന് ക്ഷമിച്ചു കൊടുക്ക് പ്ലീസ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ടൈമാണ്. ആ ചെറുക്കനെ പറഞ്ഞു വിടണ്ട എങ്ങനെയെങ്കിലും. അതിന് ഞാൻ ഒരുമിച്ച് നിൽക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. എന്നെ സോൾവ് ചെയ്യൊന്ന്. ശരി, ഞാൻ പറയുന്നത് നിനക്ക് വിഷമായെങ്കിൽ സോറി. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ഇനി പറ, അവൻ നമ്മളെങ്ങനെ പറഞ്ഞു വിടും? അവനെ പറഞ്ഞത് എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എന്തുവാ? അപ്പം ശരിയാക്കി തരാം. അപ്പം ശരിയാക്കി തരാം. നമുക്ക് പോവാം. നിക്ക് ഒരു കാര്യം ചോദിക്കാണ്ട്. എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കോ കേട്ടോ. ഇത്രയും നാളും ഈ ചാരു ഈ വീട്ടിലുണ്ടായിട്ട് എന്തെങ്കിലും അമ്മാവന് പ്രശ്നം ഉണ്ടായിട്ട് എന്നോട് ഒരു സോറി പറഞ്ഞിട്ടുണ്ടോ? ഓ അതാണ്. അതിന്റെ പേരിക്കാണ് തൂങ്ങി ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല മോളെ. ഓ ഞാൻ എവിടെയും കയറി തൂങ്ങാൻ പോണൊന്നുമില്ല. എന്റെ അമ്മാവൻ എന്റെ അടുത്ത് സോറി പറയൊന്നും വേണം. നമ്മൾ തമ്മിലുള്ള ബന്ധം. നീ അവനെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ നിൽക്കണോ? ഞാൻ അതാണ് മോളെ നോക്കുന്നത്. അവിടെ നിൽപ്പാൻ പറഞ്ഞൂടെ ഐഡിയ ഉണ്ട്, മലമറിക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞോണ്ട് വന്നിട്ട് ഇവിടെ ദോശയ്ക്ക് മാവും കലക്കി കൊണ്ടിരിക്കണ. എൻ്റെ അമ്മാവ, ഇത് വെറും ദോശയല്ല, ഇത് അവൻ്റെ ഒടുക്കത്തെ ദോശയാണ്. അതൊക്കെ പോട്ടെ, അമ്മ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്തോന്ന് ഹെൽപ്പ്? എനിക്ക് കുറച്ച് മുളക് പൊടി സംഘടിപ്പിച്ച് വേണം. ഇതേ ഇരിക്കണ കണ്ണോർ നോക്ക്, മുളക് പൊടി ഇരിക്കണ. ഇത് മതിയാവില്ല, എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണം. അത്രയും മുളക് പൊടി പറഞ്ഞു? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. അമ്മാവൻ സംഘടിപ്പിച്ച് തരാൻ പറ്റൂല്ലയോ? അതൊക്കെ വാങ്ങിച്ചു തരാം. എന്നാ പെട്ടെന്ന് സംഘടിപ്പിച്ചതാ. എന്താ എന്താ ഇവിടെ നിന്റെ ശരിക്കുള്ള പ്ലാൻ എന്താ? അതൊക്കെ വലിയ ഹെവി പ്ലാനാണ് മോളെ, നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവൻ ഇവിടുന്നുണ്ടല്ലോ വാലും ചുറ്റി ഇവിടുന്ന് ഓടുന്ന നമുക്ക് കാണാം കേട്ടാ. കൊള്ളാലോ. നല്ല വിഷമമുണ്ടായിരുന്നു. 2 ദോശ എനിക്കിവിടെ വേണേ. അയ്യോ, ഈ ദോശ തന്നെ നിനക്ക് വേണോ അല്ലേ? എന്താ ഈ ദോശ എന്നാണല്ലോ, പിന്നെ നിനക്ക് ജീവിതത്തിൽ ദോശ തിന്നണ്ടേ വരത്തില്ല. അതെന്താടി? അതൊക്കെ ഉണ്ട്. എടീ, നീ ഇതാണ് മിക്സ് ചെയ്യണത്? പിന്നെ മോളെ സ്റ്റെഫി കൈവിട്ട കളിയായി പോട്ടോ. കൈവിട്ട കളി. ഇത് തന്നെ അവന് എഫക്റ്റ് ആവുമെന്ന് എനിക്കറിയാത്തത്. ഈശ്വരാ, എന്തുവാടി സംഭവം? എടിയാ സെബാന ഓടിക്കാനുള്ള പ്ലാനില്ല. ബെസ്റ്റ്. ഇങ്ങനെ പോയിട്ട് നീ ഓടാണ്ടിരുന്നാ മതി ലാസ്റ്റ്. ഓ, നമുക്ക് കാണാം ആര് ഓടും ആരെ ഓടിക്കും എന്നൊക്കെ കാണാം കേട്ടാ. കണ്ടാ മതി. നീ സമയം കളയാതെ മാർക്ക് എനിക്ക് ദോശ കൊടുക്കണം. ഒരു ദോശ. ഓ പോയി സാധനം. നിനക്ക് വിശക്കുന്നുണ്ടാവില്ലേ? ഇത് പെട്ടെന്ന് സ്നേഹം. ഈ ബ്രെഡും പഴമൊക്കെ കഴിച്ചാൽ നിന്റെ വയറെങ്ങനെയാണെന്നറിയാം. ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അത് തന്നെ ഏത് തന്നെ? പ്രേമം. നീ ചുമ്മാ കിന്നരം പറയാതെ കഴിക്കാൻ നോക്കിയേ. ആ കഴിക്കേ. നേരത്തെ നിന്റെ അമ്മാവൻ പറയാൻ നിനക്ക് വിഷമമായോ? എനിക്ക് വിഷമമൊന്നുമില്ല. ഇല്ലില്ല, നിനക്ക് വിഷമമായി. നിന്റെ മോൻ മാറുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ. ഇല്ലെന്നേ, നീ ചുമ്മാ വർത്താനം പറഞ്ഞിട്ടിരിക്കാതെ ഫുള്ള് കഴിക്കാൻ നോക്ക്. ഞാൻ പ്ലേറ്റ് മൊത്തം തിന്നു. ഇഷ്ടപ്പെട്ടാ? കഴിക്കട്ടെ. ഇഷ്ടപ്പെട്ടാ? ആ, കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടോ? നോക്കട്ടെ, കഴിക്കട്ടെ. കഴിക്ക്. അച്ഛനെ നോക്കി. അരെ വാ, ഉസ്തവ, കിടിലൻ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? മൊത്തം കഴിക്കണം കേട്ടോ. കഴിക്കുന്നത് ഒരു തുള്ളി പോലും വെച്ച് വെക്കരുത്. അയ്യോ, എനിക്കല്ല, ഞാൻ കൊറേ കഴിച്ചായിരുന്നു. കഴിച്ചായിരുന്നു. മനിത് മനിതർക്കുള്ള ഇത് മനിതർ കാതലില്ലേ അവയും താണ്ടി പുനിതമാനത് സ്റ്റെഫിറാമിയെ താലാട്ടും സ്വാമിയെ നീ കട്ടൻ കുടിച്ചപ്പോഴേ കള്ളു കുടിക്കാൻ തോന്നുന്നു. കട്ടൻ കുടിച്ചെന്നൊക്കെ കള്ളു കുടിക്കാൻ തോന്നുന്നു. അല്ല എടി, ഇവിടെ അടുത്ത് കള്ളുഷാപ്പ് എവിടെ ഉണ്ട്? നിനക്കെന്താ പറ്റിയത്?
എടി നീ ഹോട്ടലിൽ മാറ്റി ഇപ്പൊ കള്ളിലേക്കായോ? ഓ തോന്നലല്ലേ. ആ അതെപ്പോഴും കഴിക്കണ്ട, കള്ളാകുമ്പോ അത്ര പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഇന്നലെ എനിക്ക് പ്രത്യേകം ഒന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. വന്നത് നല്ല പൂസായിട്ടായിരുന്നു. ഒന്ന് പോടി വേണ്ട, ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. ഒന്ന് പോടി വേണവേ. എന്റെ അടുത്ത് നുണവറാണ്ടല്ലോ. നീ ശ്വാസം വലിച്ചപ്പോ പിന്നെ മൂക്കിലടിച്ചേറ ഞാൻ കിക്കായി പോയനായിരുന്നു മണം കാരണം. അത് ആ അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഒരു ബർത്ത്ഡേ പാർട്ടിന്റെ തിരി കുറിച്ചോ അതങ്ങ് പറയാൻ പഠിക്കണം, മനസ്സിലായ? ബർത്ത്ഡേ പാർട്ടി എന്നും പാർട്ടി, എന്തൊരു ആഘോഷം. ഇവിടെ എന്നെ ഒന്നും ഒരു മനുഷ്യൻ വിളിക്കണില്ല. എന്തായി സക്സസ് ആയ? എല്ലാം സെറ്റാണ് മോളെ. ഇപ്പൊ കാണാം നമുക്ക് റിസൾട്ട് എന്താ. അത് അര കിലോ ഉണ്ട്, മതിയാ? മതി അമ്മാവാ മതി. അതെ, ഇത് വെച്ചിട്ട് എന്തോന്ന് ചെയ്യാൻ പോണത്? പുട്ട വെച്ച് തീറ്റിക്കാൻ പോണോ അവനെ? അതൊക്കെ ഉണ്ട് അമ്മാവ. അവനുണ്ടല്ലോ ഇത് ഇവിടുന്ന് വാലിന് തീ പിടിച്ചിട്ട് ഇങ്ങനെ പോണം നമുക്ക് കാണാം. അപ്പൊ എനിക്കൊരു കുറച്ച് പണിയും കൂടെ ഉണ്ട് കേട്ടോ. പോരാ മോനെ. അമ്മാവ എന്തിനായിരിക്കും 1/2 കിലോ മുളക് പൊടിയൊക്കെ? എനിക്കങ്ങനെ അറിയാം. എന്റെ അടുത്ത് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചോണ്ടോന്നു. എന്തോ നന്നായിട്ട് എരിഞ്ഞു പോകുന്നുണ്ട്. അവളുടെ പ്ലാൻ എങ്ങാനും പാളിപ്പോലുണ്ടല്ലോ, ഞാൻ അടുത്ത് ഇയറിൽ വെക്കും. എന്ത് അവിടെ ഒന്ന് പറഞ്ഞാൽ മതി. പറ കാര്യം എന്തിന്? ബാത്റൂമാ? അത് പൊളിഞ്ഞു കിടക്കണ്. എന്ത് കഥകളി കഴിക്കണടാ? എന്റെ റൂം ശ്രീമോളെ റൂമിന്റെ ഇപ്പുറത്തെ റൂം. എന്റെ റൂം എന്തായാലും സ്റ്റെഫിയുടെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നിട്ടോ പുറത്തോട്ടല്ല ഓടിയത്, എന്റെ റൂമിലോട്ടല്ലേ ഓടിയത്. എന്റെ അമ്മാവ് ഇനി അവൻ അവിടെ കിടക്കട്ടെ. ഇവിടെ കിടക്കട്ടെ, അതൊന്നും ഞാൻ സമ്മതിക്കൂല. എന്റെ റൂമിൽ കിടക്കാൻ. അയ്യോ എടി, നിന്റെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടാ. അവന്റെ വയറും പൊത്തി പിടിച്ചോണ്ട് അങ്കിളുടെ ബാത്റൂമിലോട്ട് പോയിട്ടുണ്ട്. എനിക്കറിയാലോ മോളെ. അല്ല, ഇതാണോ നീ പ്ലാൻ ചെയ്ത ഭയങ്കര ബ്രഹ്മാണ്ഡ പ്ലാൻ? എടി, ഇതൊക്കെ നമ്മൾ വന്ന കാലം തൊട്ടേ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാനുകളാണ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടേ പറ. നീ ആദ്യം തോക്കി കയറി വിടേക്കാതെ തുടങ്ങിയിട്ടേ ഉള്ളു പണി. ബാക്കി പണി ദേ ഇപ്പൊ വരും. അവന്റെ വിളിയല്ലേ? പണി എവിടെ പോണ കളിയാടാ അങ്ങനെ അവൻ ഇങ്ങനെ പോകുന്നോടെ മാത്രം നീ എന്തെന്ന് ചെയ്ത്? ആദ്യം ഞാൻ അവന്റെ വയറിളക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കി കൊടുത്ത്, എന്നിട്ട് ഞാൻ വാട്ടർ ടാങ്കിൽ മുളകൊടി കലക്കി. ആ എരിച്ചിലും പുകച്ചിലുമാണ് മോളെ ഈ കണ്ടത്. കഷ്ടോടി കഷ്ടം. വെള്ളത്തിലമ്മ മോഹം കഴിയുന്ന വലിയ കൊല്ലം ഇവിടെ ഇല്ലം ചുട്ടോനെ.